നമസ്കാരം. ഡെമോക്രസിയുടെ സമയമാണ്. ആദ്യം പ്രധാന തല്ലിക്കെട്ടുകൾ. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇനി പല്ല് ഫ്രീ ആയി എടുത്തു കൊടുക്കും. അങ്ങനെ ഒരു പദ്ധതി തുടങ്ങിയതായി ജി സുധാകരൻ. ഗവൺമെന്റിന്റെ മേൽ ബ്യൂറോക്രസി വിളയാടാൻ ശ്രമിച്ചാൽ ബ്യൂറോക്രസിയുടെ പല്ല് ഞങ്ങൾ പറിക്കും. ഫയലുകൾ നീങ്ങുന്നത് കാറ്റത്തിട്ട് അമ്മി പോലെയെന്നും ആരോപണം. എസ്റ്റിമേറ്റ് എടുക്കണം, എസ്റ്റിമേറ്റ് ഉണക്കണം, പിന്നെ അത് നനയ്ക്കണം, പിന്നെ അത് ഉണക്കണം. അതിനൊരു 1.5 മാസം. മദ്യത്തിൽ ഇളവ് തേടി മദ്യമന്ത്രി, അവിടെയും തടയുമായി സുധീരൻ. എന്താണ് കോടതി ഉദ്ദേശിക്കുന്നുള്ളതിന്റെ ഒരു വ്യക്തമായ ക്ലാരിഫിക്കേഷൻ കോടതിയിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ട്. എന്നേക്കുമായി ഈ ഷാപ്പ് അടപ്പിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കൂ. മാഹി MLAക്ക് രാഷ്ട്രീയം അടുത്തെന്ന് വെളിപ്പെടുത്തൽ. ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനാകരുതെന്ന് ആഗ്രഹിച്ചില്ല. രാഷ്ട്രീയ രംഗം എല്ലാവർക്കും പറ്റിയ ഒന്നല്ല. തനിക്ക് താല്പര്യം അധ്യാപനമെന്നും ഡോക്ടർ വി രാമചന്ദ്രൻ. മന്ത്രിസ്ഥാനത്തിരുന്ന് കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് അവരെ ഒരു വഴിക്കാക്കുമെന്ന് കേരള വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ്. വിദ്യാഭ്യാസം പഠിക്കുക എന്നുള്ളതും പഠിപ്പിക്കുക എന്നുള്ളതും കലയാണ്. ഇത് രണ്ടും രണ്ടും കലാകാരന്മാരായി അധ്യാപകരും വിദ്യാർത്ഥികളും അതോടൊപ്പം മാതാപിതാക്കളും കലാകാരന്മാരാകുമ്പോഴേ നല്ല ജനത, അടിത്തറയുള്ള ജനത, എന്തിലും ആഴത്തിലുള്ള ജ്ഞാനമുള്ള ജനത വളർന്നു വരും. ജാവ വളരെ സിമ്പിളാണ്, പവർഫുൾ. പാമ്പാടി ആത്മഹത്യയ്ക്ക് പിന്നിൽ മന്ത്രി ബാലന്റെ കറുത്ത കൈകളെന്ന് യുവമോർച്ച. AK ബാലൻ ഈ ഗൂഢാലോചനയിൽ നെഹ്റു ഗ്രൂപ്പിന്റെ ചെയർമാനുമായും മറ്റ് ഉദ്യോഗസ്ഥരുമായിട്ടും ഒപ്പം ചേർന്ന് ഗൂഢാലോചന നടത്തിയതിൽ പങ്കുണ്ട്. കാര്യമായിട്ട് പറഞ്ഞതായതുകൊണ്ട് ക്ഷമിക്കുന്നുവെന്ന് മന്ത്രി ബാലൻ. കാര്യമായിട്ടാണ് പറഞ്ഞത്, തമാശക്കാണ്? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. എന്നാ കൊള്ളാം. ഒരുപാട് തമാശ എനിക്ക് ഇഷ്ടമല്ല, പറഞ്ഞേക്കാം. ഉഷ്ണം ഉഷ്ണേന ശാന്തി എന്നാണല്ലോ കൃഷ്ണ. അങ്ങനെയല്ലെങ്കിൽ അങ്ങനെയാണ് എന്നാണ് പൊതു തമർത്തൽ മന്ത്രി ജി സുധാകരൻ പറയുന്നത്. മൂപ്പര് കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്ക് പോയിരുന്നു അങ്ങ് ഗുരുവായൂർ. KV അബ്ദുൽ ഖാദറിൻ്റെ മണ്ഡലത്തിൽ ഗുരുവായൂർ ആൽത്തറ പൊന്നാനി റോഡിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് മൂപ്പര് പ്രസംഗം തുടങ്ങി. പിന്നെ ഒരു വെടിക്കെട്ടും ഡൈനാമിക് ഡിസ്പ്ലേയുമായിരുന്നു. എസ്റ്റിമേറ്റ് എടുക്കണം, എസ്റ്റിമേറ്റ് ഉണക്കണം, പിന്നെ അത് നനയ്ക്കണം, പിന്നെ അത് ഉണക്കണം. അതിനൊരു 1.5 മാസം. എന്നിട്ട് പിന്നെ പൊക്കി നോക്കണം, തൂക്കി നോക്കണം, ഇതെല്ലാം പരിപാടി വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എസ്റ്റിമേറ്റ് ടെൻഡർ ഇടണം. 20 ദിവസം വേണം. ചിലപ്പോൾ ഒരാളെ കാണും, പിന്നെ 20 ദിവസം വേണം, പിന്നെ 20 ദിവസം വേണം. അപ്പോഴേക്ക് 3-4 മാസം വേണം. സാർ, വലത്ത് കാല് വെച്ച് അകത്തെ കയറണം. എന്റെ കമ്പനി വരുന്ന ആദ്യത്തെ മഹാനായ മനുഷ്യനാണ് സാർ. എന്റെ ഐശ്വര്യങ്ങളെല്ലാം സാറിന്റെ പ്രാർത്ഥന പോലെ ഇരിക്കും. പിന്നെ എല്ലാം പാസ്സാക്കി കരാർ ഒപ്പിടുമ്പോഴത്തേക്ക് 1 വർഷം പോകും. പിന്നെ പണം തരത്തില്ല, പിന്നെ 1 വർഷം പോകും. പിന്നെ ആരെങ്കിലും വഴക്കുണ്ടാക്കാൻ വന്നു, പിന്നെ അതിനൊരു വർഷം പോകും. പിന്നെ ഈ കോൺട്രാക്ട് കളഞ്ഞിട്ട് പോയി. എന്തെല്ലാം ഒരു 3-4 വർഷം പോവാണ്. ഇങ്ങനെയാണ് കേരളം. ഇതെല്ലാം ടപ്പത് എസ്റ്റിമേറ്റ് ശരിയായി ചെയ്ത് അതിന്റെ ഗവേഷണം, അതിന്റെ പര്യവേഷണം അവർ ശരിയായിട്ട് ചെയ്ത് അതിന്റെ കണക്കുകളൊക്കെ ശരിക്ക് എഴുതി ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ വേഗം ചെയ്യാം. താൻ ആ ഫയലിൽ നിന്ന് ഇയാൾ അപ്ലിക്കേഷൻ ഫോം എടുത്തേ. അബ്ദുൽ ഖാന് കഴിഞ്ഞ 5 വർഷം ഒന്നും കിട്ടി, എനിക്കൊന്നും കിട്ടി. നിങ്ങൾ മാത്രമല്ല, എനിക്ക് കിട്ടി. 10 പൈസ എനിക്ക് കിട്ടും. ഞാൻ എല്ലാ മണ്ഡലത്തിലും 150 കൊടുത്തു. മഴ വന്നതെല്ലാം കേടുപാടുള്ളത് അറ്റകുറ്റപ്പണി 364 കോടി രൂപ, 100 കോടി രൂപ മിനിമം ഒരു മണ്ഡലത്തിന് കൊടുത്തു. അബ്ദുൽ ഖാൻ 1.5 കോടി കൊടുത്തു. എന്നിട്ടും ഈ ഗുരുവായൂർ ടൗണിലെ അറ്റകുറ്റപ്പണി ഇപ്പം നടത്തിയ എന്താണെന്ന് എനിക്കൊരു സംശയം. ഫെബ്രുവരി ആയല്ലോ. ഇത് നടത്തേണ്ടതിന് കഴിഞ്ഞ ഒക്ടോബറിലാണ് പൈസ എന്ന് കൊടുക്കാം. അത് ഈ നോക്കിയാൽ മതി, ഇപ്പം ചെയ്താൽ മതി. പൈസ കയ്യിലുണ്ട് ചെയ്തേക്കാം. പക്ഷെ കുറച്ചുകൂടി നേരത്തെ നടത്തണം, നന്നായിട്ട് നടത്തണം. എല്ലാം കുണ്ടുകുഴി അടയ്ക്കേണ്ടതായി. അപ്പോൾ ഇത് എല്ലാ മണ്ഡലത്തിനും കൊടുത്തു. അപ്പം എനിക്ക് 5 വർഷം 10 പൈസ ഇബ്രാഹിം കുഞ്ഞ് തന്നില്ല. ഞാൻ നല്ല പ്രതികാരം, 1.5 കോടി പുള്ളിക്കാണ്. അങ്ങനെയാ പ്രതികാരം. അവിടെ കേടുപാടൊന്നും ഇല്ല. ഇവിടെ എല്ലാം പുള്ളി റെഡിയാക്കി ഇട്ടിരിക്കുക. പുള്ളിയുടെ മണ്ഡലം എല്ലാം റെഡി. കാരണം മറ്റുള്ളവരുടെ എല്ലാം എടുത്ത് പുള്ളി റെഡിയാക്കി ഇട്ടിരിക്കുന്നു. സ്ഥിരമായിട്ട് ജയിക്കാം. അപ്പം ഞാൻ 1.5 കോടി ഉമ്മൻചാണ്ടി സാറിന് കൊടുത്ത് 1.5 കോടി ഒരുവിധപ്പെട്ടവർക്ക് എല്ലാം കൊടുത്തു. ആർക്കും ഒരു പക്ഷഭേദം പറയാൻ പറ്റില്ല. ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെ ഡയഗ്രാം അവിടെ ഉണ്ട്. അവിടെ അവിടെ ഉണ്ട് സാർ. ഇപ്പോൾ ഒരു 80 ലക്ഷം 75 ലക്ഷം വരെ ഇപ്പം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. 1-2 ചെറിയ റോഡുകൾ അവർക്ക് സർഫസ് ഇത് ഒന്നും വെട്ടിപ്പൊളിക്കാതെ മുകളിലുള്ള ടാറിൽ മാത്രം. അതല്ല, മൊത്തം ഒരു റോഡിൽ വേണമെങ്കിൽ ചെയ്യും. എല്ലാവർക്കും കൊടുത്തിട്ട് 150 പേർക്ക്. അതുപോലെ ബഡ്ജറ്റിൽ വേണ്ടത് പണമില്ലാതെ വന്നതുകൊണ്ട് ഫൈനാൻഷ്യൽ സാങ്ഷൻ സ്പെഷ്യലായിട്ട് കൊടുക്കുക.
6 കോടി മുതൽ 8 കോടി രൂപ വരെ ഓരോ മണ്ഡലത്തിനും കൊടുക്കാനുള്ള ഫയൽ ഐസക്കിന് അയച്ചിരിക്കുക. അദ്ദേഹം അതിന് അനുവാദം തരുമെന്ന് ഫൈനാൻസ് സാങ്ഷൻ ബഡ്ജറ്റിൽ പണമില്ല, നമുക്ക് വെച്ചില്ല. അപ്പോൾ ഭരണാനുമതി കൊടുത്ത് ധനകാര്യമന്ത്രി പ്രത്യേക ധനകാര്യാനുമതി നൽകിയാൽ അത് ബഡ്ജറ്റിന് കിട്ടുകയാണ്. അങ്ങനെ ഒരു മണ്ഡലത്തിന് 2, 3 പദ്ധതി വീതം ഏതാണ്ട് 400-450 റോഡ് മാത്രമല്ല റോഡും പാലും കെട്ടിടമുണ്ട് അങ്ങോട്ട് കൊടുത്തിരിക്കുക. ഇയാളെന്താ ഇവിടെ? ശരിയായ കാര്യമാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത്. ഇങ്ങനെ ശരിയായ കാര്യങ്ങൾ പറയുകയും തെറ്റായ കാര്യങ്ങൾ തിരുത്തുകയും സമഗ്ര വികസനത്തിന്റെ അടിസ്ഥാന ശിലമാവുകയും ആയിരക്കണക്കിന് കോടി രൂപയുടെ അടിസ്ഥാന വികസനത്തിന്റെ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും നടപ്പാക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ചിലർ പറയുകയാണ് സർക്കാർ അനങ്ങുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, സർക്കാരിന് വേഗതയില്ല. ഇത്രയും ചെയ്ത ഗവൺമെന്റിനോട് 8 മാസം കൊണ്ട്. അപ്പൊ ഇതാണ് കേരളം. അപ്പൊ വേഗത എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മാധ്യമങ്ങളത് വിശദീകരിക്കണം. ഏറ്റു പറയുന്ന മാധ്യമങ്ങളുണ്ട്, ഒന്ന് വിശദീകരിക്കുക. എന്താണ് വേഗത എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കുക. എന്താ അതിവേഗം ബഹുദൂരമാണോ ഓടിയങ്ങ് പോയത്? ഇടം വരെ നോക്കണ്ട. ഇതൊരു കാസർഗോഡ് കഴിഞ്ഞ് അങ്ങ് നേരെ അങ്ങ് വടക്കേലോട്ട് പോകാം. കേരളം അവിടെ കൊണ്ട് പണം മുടക്കാൻ പറ്റുമോ? കാസർഗോഡ് വരെയല്ലേ നമുക്ക് പോകാൻ പറ്റൂ. അതിവേഗത്തിൽ അങ്ങ് കാശ്മീരിലോട്ട് പോകാൻ നമുക്കുള്ള അധികാരമുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും അല്ല. ഇതൊക്കെ നല്ല യുക്തിയുണ്ട്. നടന്നും നിന്നും 2 ഭാഗങ്ങളിലൊക്കെ നോക്കിയും ആളുകളുടെ കുടുംബങ്ങളിൽ പോയി അന്വേഷിച്ചു ആളുടെ പരിദേവനങ്ങൾ കേട്ട് സ്പീഡിൽ പോകേണ്ടപ്പോൾ സ്പീഡിലും പോകണം. ഇങ്ങനെയാണ്, അല്ലാതെ വരണം. ഒറ്റ ഓട്ടമല്ല. ഏത് ഓടി അങ്ങ് പോയേക്കുക. സാർ ഇൻസ്പെക്ഷൻ വരുമ്പോ ആവശ്യമില്ലാത്തവർ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് അറിഞ്ഞൂടെ? വഴിപോക്കർ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? പ്ലീസ്, പൊതുവഴി അതാണ്, അതിലേ വെക്കുള്ളൂ. സാർ വലത്തുകാല് വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാർ വലത്തുകാല് വെച്ച് ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ നടന്നത് റോഡ് പണിയല്ലേ? 4 ഫ്ലൈ ഓവർ ഉൾക്കാണോ? അതൊന്നും പ്രവർത്തനമല്ലേ? 10,15,500 കോടി രൂപയ്ക്ക് തീരദേശ ഉന്നത പാതയും അതൊന്നും പറയുന്നത് ചെറിയ കാര്യം. ചുമ്മാ പറയുകയാണോ? അതിന് അലൈൻമെന്റുമായി ബഡ്ജറ്റിലെ കൊണ്ടുവരാൻ പോകല്ലേ? ഈ 8 മാസത്തിനുള്ളിൽ 36 പാലവും റോഡും ഞാൻ ഓപ്പൺ ചെയ്തു പുതുതായിട്ട്. 36 എണ്ണം. ഇന്നിപ്പോ 2 എണ്ണം. ഒന്നവിടെ ചിറ്റൂര്, ഒന്നിവിടെ. അത് ചിലതെല്ലാം VS ഗവൺമെന്റ് തുടങ്ങിയതാണ്, ചിലത് കഴിഞ്ഞ ഗവൺമെന്റ് തുടങ്ങിയതാണ്, ചിലത് മുടങ്ങിക്കിടന്ന് ഞാൻ വന്ന ശേഷം എടുത്ത് വേഗത്തിൽ പണി പൂർത്തിയാക്കിയതാണ്. ISI മാർക്ക് എവിടെ? സൂക്ഷിച്ചു നോക്ക് സാറേ, അപ്പൊ കാണും. സാർ ഇത് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന ബെസ്റ്റ് സ്വിച്ചസ് ആണ് സാർ. ISI മാർക്ക് നിർബന്ധമാണ്. മോന്തയ്ക്കൊന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കടാ, അപ്പൊ കാണും മാർക്ക്. തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന്റെ മേൽ ബ്യൂറോക്രസി വിളയാടാൻ ശ്രമിച്ചാൽ ബ്യൂറോക്രസിയുടെ പല്ല് ഞങ്ങൾ പറിക്കും. നിക്ക് മര്യാദക്ക് പരിശോധിച്ച് ഒപ്പിടുന്നതാണ് നല്ലത്. ചുമ്മാ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് തടസ്സം ഉണ്ടാക്കുക ഇവരുടെ സ്ഥിരം പണി. വഴിന്ന് മാറണോ? ഇല്ലെങ്കിൽ നീ എന്നെ സസ്പെൻഡ് ചെയ്യടാ. ഒപ്പിടുற പട്ടി, ഒപ്പിടുற പട്ടി, തെണ്ടി നായിന്റെ പല്ലെല്ലാം അടക്കേണ്ടി വരും. ചില വെപ്പുമില്ലാണ്ട് അടക്കേണ്ടി വരും, പറഞ്ഞേക്കാം. അതൊന്നും ശ്രമിക്കരുതാരും. അങ്ങനെ ശ്രമിച്ചവരാരും വിജയിച്ചിട്ടില്ല. സർവാധികാരമുള്ള SRCP രാമസ്വാമിയുടെ മൂക്ക് മുറിഞ്ഞാൽ ഇവിടുന്ന് ഓടി ഓർത്തുന്നു. മൂക്കില്ലാതാ പോയത് ഇവിടുന്ന്. ദിവാൻ സ്ഥാനം രാജിവെച്ചിട്ടും രായ്ക്ക് രാമാനും പോകുമായിരുന്നു. ഓർമ്മയില്ല, നമ്മുടെ പുള്ളിയും ചേർത്തെല്ലാം വെടിവെച്ചിട്ട് അധികാരം ഒന്നില്ല. അപ്പൊ ജനാധിപത്യമാണ് എപ്പോഴും നമുക്ക്, അത് നമ്മൾ ദുരുപയോഗപ്പെടുത്തരുത്. ജനാധിപത്യമാണെന്ന് പറഞ്ഞാൽ ഇത് തോന്നിവാസം കാണിച്ചോളരുത്. സുധാകർജി പറഞ്ഞത് കേട്ടല്ലോ. ഈ ഭരണം കഴിയുമ്പോഴേക്കും എത്ര ഉദ്യോഗസ്ഥർക്ക് പല്ലുണ്ടാവുമോ ആവോ. ഇനി സ്വല്പം മദ്യം നുണയാം. പാതയോരത്തെ മദ്യശാലകൾ അടയ്ക്കണമെന്ന കോടതി വിധിക്കെതിരെ മദ്യമന്ത്രി TP രാമകൃഷ്ണൻ സുപ്രീം കോടതിയിലെത്തി. ഇതെല്ലാം കൂടി പൂട്ടിപ്പോയാൽ സർക്കാരിൻ്റെ സ്കൂൾ പൂട്ടിപ്പോകുമെന്നറിയുന്നതോടെയാണ് മന്ത്രി നയം വ്യക്തമാക്കാൻ പോയത്. എന്നാൽ മദ്യവർജനത്തിൻ്റെ ഉപജ്ഞാതാവായ VM സുധീരൻ അവിടെയും കൃത്യമായി ആണിയടിച്ചു. സുപ്രീം കോടതി വിധിയെ ഞങ്ങൾ ഗവൺമെൻറ് ചോദ്യം ചെയ്തിട്ടില്ല. എന്നാൽ സുപ്രീം കോടതി വിധിയിൽ അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചപ്പോൾ ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. ആ അവ്യക്തതകൾ എന്ന് പറയുന്നത് കള്ള് ഇതിനകത്ത് പെടുമോ, ബാർ ഹോട്ടലുകൾ പെടുമോ, ഇതെല്ലാം പരിശോധനാ വിഷയമാണ്. അത് വ്യക്തമായി വിധിയിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ എന്താണ് കോടതി ഉദ്ദേശിക്കുന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ക്ലാരിഫിക്കേഷൻ കോടതിയിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുന്നുണ്ട്. ശക്തമായ ഒരു നിയമമോ നടപടികളോ ഉണ്ടെങ്കിൽ മാത്രമാണ്
ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ മദ്യത്തിൻ്റെ ലഹരിയുടെ സ്വാധീനത്തിൽ നിന്നും രാജ്യത്തെയും സംസ്ഥാനങ്ങളെയും ജനങ്ങളെയും മോചിപ്പിക്കാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള ഈ നിർണായകമായ സുപ്രീം കോടതി വിധിയെ ദുർബലമാക്കാൻ, അതിനെ അസ്ഥിരമാക്കാൻ ഉള്ള ഏതൊരു ശ്രമവും രാജ്യത്തിൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ ജനങ്ങളുടെയോ താല്പര്യങ്ങൾക്ക് ഗുണകരമല്ല എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. എന്നേക്ക് ഈ പരിപാടി നിർത്തി ഇവിടുന്ന് മടങ്ങി പോവാ. എപ്പോ വേണേലും പോകാൻ വാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എന്നേക്കുമായി ഈ ഷാപ്പ് അടപ്പിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കൂ. പിന്നെ പോകുന്നതിന് മുമ്പ് ഒരു മദ്യവിരുദ്ധ പ്രതിജ്ഞ. മർത്യരെ മൃഗമാക്കും മദ്യമേ, മർത്യരെ മൃഗമാക്കും മദ്യമേ, ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ, ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ. ഗാന്ധി തൊപ്പി ധരിച്ചില്ല എന്നേ ഉള്ളൂ. ഇനി എവിടെയെങ്കിലും മദ്യശാല മാറ്റിപ്പണിഞ്ഞാൽ സുധീരൻ അവിടെ കുത്തിയിരിക്കും. അല്ല, ഇനി കത്തിപ്പടർത്താൻ വേറെ എന്തെങ്കിലും വിഷയം വേണ്ടേ എന്നാരാഞ്ഞുകൊണ്ട് ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞാൽ രാഷ്ട്രീയം മടുത്ത MLA